അതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ സുരേഷ് ഗോപി എന്തോ പ്ലാൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞതിനൊരു മറുപടി പറയേണ്ട കാര്യമില്ല. NSSൽ കുറച്ചുകൂടി ഒരു സ്നേഹവും മര്യാദയൊക്കെ ആകാം. ഏകാധിപത്യ പ്രവണത വേണ്ട, ഒരു വിരട്ടൊന്നും വേണ്ട. വിരട്ട് ഈ സുരേഷ് ഗോപിയൊന്നും വിരട്ടേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി ഒരു ഇന്ത്യയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ നമ്മളിപ്പം എൻ്റെ സുഹൃത്താണ് സുരേഷ് ഗോപി. പക്ഷേ അങ്ങനെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയായി കാണണം. വൈസ് പ്രസിഡന്റിനോടൊപ്പം ഞാൻ പത്തനാപുരത്ത് വേദി പങ്കിട്ട ആളാണ്. എന്നെ സംബന്ധിച്ച് അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. കാരണം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായിട്ട് അടുത്ത കസേരയിൽ ഇരിക്കാൻ എന്നെ പോലെ സാധാരണക്കാരന് ഭാഗ്യം കിട്ടിയല്ലോ എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഈ ഡൽഹി നായരോ കൽക്കട്ട നായരോ എന്നൊരു പരാമർശം കൂടി വന്നിരുന്നു. അപ്പം അങ്ങനെ ഒരു നായരുണ്ടോ ഡൽഹിയിൽ? ഇല്ല, അങ്ങനെയില്ല. ഇന്ത്യയിലെ അതായത് NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടന അനുസരിച്ച്, ഭരണഘടന ആരെയും കാണിക്കാറില്ല, കോടതി പോലും കൊടുക്കുന്നില്ല, ഒളിച്ചു വെച്ചേക്കുവാന്നാണ് പറയുന്നത്. ഞാൻ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അപ്പം ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യക്ക് കേരളത്തിന് പുറത്തേക്ക് ഇതിനൊരു ജൂറിസ്ഡിക്ഷൻ ഇല്ല. കാരണം കേരളത്തിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന, കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു, കേരളത്തിന് പുറത്തേക്ക് NSSന് കരയോഗങ്ങളില്ല. പക്ഷേ എങ്കിലും നായർ സമുദായ അംഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം അവർ കരയോഗങ്ങൾ രൂപീകരിക്കുകയും വർഷങ്ങളായി നല്ല പ്രവർത്തനങ്ങൾ, വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തും അമേരിക്കയിൽ പോലും നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലും നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളും അവർ ഇന്ത്യക്കകത്തും ഡൽഹിയിലും ബാംഗ്ലൂരിലും പൂനെയിലും എല്ലാം അവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അത് അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അവർക്ക് ആ സമുദായക്കാർക്ക് ഒന്നിക്കാൻ, എല്ലാ സമുദായത്തിനും ഇതുപോലെ സംഘടനകളുണ്ട്. SNDPയുടെ ഉണ്ട്. പക്ഷേ SNDPക്കും കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ SNDP എന്ന് പേരിട്ട് തന്നെ അവരത് NSS കരയോഗം എന്ന് പറഞ്ഞുള്ള പേരിൽ തന്നെ അവരവിടെ പ്രവർത്തിക്കും. അത് ഈ രജിസ്ട്രേഷനുമായിട്ടൊരു ബന്ധമില്ല. അവർ വോട്ടവകാശമൊന്നും വരുന്നില്ലല്ലോ. പക്ഷെ അവരെ അംഗീകരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് അംഗീകരിക്കണ്ടേ? കാരണം അവർ എന്തെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നായർ സംഘടന എന്ന പേരിൽ പ്രവർത്തിക്കുന്നു. അത് SNDPയിലുണ്ട്, എല്ലാ സംഘടനയ്ക്കും ഉണ്ട്. അങ്ങനെ അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർ പ്രവാസികൾ